ഫ്രണ്ട്സ് എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഓണം മുതൽ നെക്സ്റ്റ് ഓണം വരെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനു മുന്നേ ഡിസ്ക്ലൈമർ ആവർത്തിക്കുകയാണ്, ഞാൻ സെബി രജിസ്റ്റർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. നിങ്ങളും കൂടി എന്ത് ചെയ്യുക, ഈ സ്റ്റോക്കുകളുടെ വാല്യുവേഷൻ, ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, മാർക്കറ്റ് ഡയറക്ഷൻ, ഈ 4 കാര്യവും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് പ്രീമിയർ എനർജീസ് ആണ്. പ്രീമിയർ എനർജി ഇപ്പൊ ഇന്ന് 1002 ട്രേഡ് ചെയ്യുന്നു. 1.25% ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ 1005 ബ്രേക്ക് ചെയ്താലാണ് നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ഈ ഒരു സ്റ്റോക്കിന്റെ ടാർഗറ്റ് പ്രൈസ് 1618 ആണ്. സോ 1 ഇയറിലുള്ള ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. സ്റ്റോപ്പ് ലോസ് 889. ഓക്കെ. അപ്പൊ ഇവരുടെ ഈ ഒരു സ്റ്റോക്ക് വരുന്നത് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് അല്ലെങ്കിൽ സോളാറിൽ 3rd പ്ലേസിലാണ് വരുന്നത്. സോളാർ സെൽസ്, സോളാർ പാനൽ, സോളാർ മോഡ്യൂൾസ് ഇതിലൊക്കെ വരുന്നോണ്ട് തന്നെ നല്ല ഒരു ഫ്യൂച്ചർ ഗ്രോത്ത് ഈ ഒരു സ്റ്റോക്കിലുണ്ട്. കാരണം ഇപ്പൊ ഇലക്ട്രിസിറ്റി നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ പിന്നെ ഇലക്ട്രിക്കൽ ഈ സോളാർ ബേസ് ചെയ്തിട്ട് ഒത്തിരി പ്രോജക്ട്സുകൾ വരുന്നോണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് ഇന്ത്യസ് ലീഡിംഗ് ആയിട്ടുള്ള ക്ലീൻ ടെക് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടും ഈ സ്റ്റോക്കിന് നല്ല ഒരു ഗ്രോത്ത് ഉണ്ട്. സ്റ്റോക്കിന്റെ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ പി നല്ല കുറവാണ്. അതുപോലെ ROCE, ROE ഒക്കെ തന്നെ ബെറ്റർ ആയിട്ടുണ്ട്. ഡിവിഡൻഡ് yielding ചെറിയ രീതിയിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ക്വാർട്ടർലി റിസൾട്ട് നോക്കിയാലും സെയിൽസ്, അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. ബാലൻസ് ഷീറ്റും റിസർവ്സും നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. FI ഹോൾഡിങ്സ് നല്ല വർദ്ധിച്ചിട്ടുണ്ട്. DIA ഹോൾഡിങ്സ് നല്ല വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റോക്കാണ് ആദ്യത്തെ റെക്കമെൻഡേഷൻ. ഇനി സെക്കൻഡ് സ്റ്റോക്കിലേക്ക് കിടക്കാം. സെക്കൻഡ് സ്റ്റോക്ക് വരുന്നത് ക്യാപ്രി ഗ്ലോബൽ ക്യാപിറ്റൽ. ഈ ഒരു സ്റ്റോക്കാണ്. 226 റുപ്പീസ്, അതായത് 300 റുപ്പീസിൽ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ്. അപ്പൊ ഈ ഒരു സ്റ്റോക്കിന്റെ ടാർഗറ്റ് 272 ആണ്. സ്റ്റോപ്പ് ലോസ് 197. അപ്പൊ ഈ ഒരു സ്റ്റോക്ക് ഇവര് മെയിനായിട്ട് NBFC ആണ്. അപ്പോൾ MSME, അതുപോലെ അഫോർഡബിൾ ഹൗസിംഗ്, കാർ ലോൺ ഡിസ്ട്രിബ്യൂഷൻ, ഗോൾഡ് ലോൺ ഇതെല്ലാം കൊടുക്കുന്നതാണ്. അപ്പോൾ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പി കുറവാണ്. ചെറിയ രീതിയിൽ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 59.9. പിന്നെ ലാസ്റ്റ് 10 ഇയേഴ്സ് ആയിട്ട് സെയിൽസ് ഗ്രോത്ത് 43% ഉയർന്നിരിക്കുന്നു. ഫിനാൻഷ്യൽ സർവീസസിൽ തന്നെ ലാസ്റ്റ് പ്ലേസിൽ, എന്നാൽ നല്ല ഒരു റവന്യൂ ഗ്രോത്ത്, അതുപോലെ നെറ്റ് പ്രോഫിറ്റ് ഒക്കെ തന്നെ ബെറ്റർ ആയിട്ടുണ്ട്. റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിയാലും FI ഹോൾഡിങ്സ് നല്ല വർദ്ധിച്ചിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഇനി തേർഡ് സ്റ്റോക്കിലേക്ക് കിടക്കാം. ഓക്കെ, തേർഡ് സ്റ്റോക്ക് വരുന്നത് ചാലറ്റ് ഹോട്ടൽസ്. ചാലറ്റ് ഹോട്ടൽസ് നല്ല ഉയരാൻ സാധ്യതയുണ്ട്. അപ്പോൾ 848 റുപ്പീസിൽ ഇന്ന് കറന്റ് ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ 1178 ആണ് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റോപ്പ് ലോസ് 758 ആണ് വെക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഹോസ്പിറ്റാലിറ്റി ടൂറിസം മേഖലയിൽ നല്ല ഉയരാൻ സാധ്യതയുള്ളത് കൊണ്ട് ഈ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പി നല്ല കുറവാണ്. ROCE, ROE ഒക്കെ കുഴപ്പമില്ല. പിന്നെ ഈ ഒരു കൺസ്യൂമർ സർവീസസ് അല്ലെങ്കിൽ ലക്ഷറി ഹോട്ടൽസ് ആ ഒരു മേഖലയിൽ 4th പ്ലേസിൽ വരുന്ന ഒരു ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ആണെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് 4th സ്റ്റോക്ക് മനോരമ ഇൻഡസ്ട്രീസ്. ഓക്കെ, ₹1935 ട്രേഡ് ചെയ്യുന്നു. 2438 ആണ് ടാർഗറ്റ്. സ്റ്റോപ്പ് ലോസ് 1595. സ്റ്റോപ്പ് ലോസ് വെക്കുക. അപ്പൊ ഇത് ലീഡിംഗ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി ഫാറ്റ്സ് ആൻഡ് ബട്ടേഴ്സ് ഒക്കെ നിർമ്മിക്കുന്ന ഒരു സ്റ്റോക്കാണ്. സോ ഇവരുടെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പി നല്ല കുറവാണ്. ROCE, ROE ഒക്കെ തന്നെ ബെറ്റർ ആയിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് 10 ഇയേഴ്സ് ആയിട്ട് ഇവരുടെ മീഡിയം സെയിൽസ് ഗ്രോത്ത് ഇൻക്രീസ് ആയിരിക്കുന്നു. അതുപോലെ ഡെറ്റർ ഡേയ്സ് ഇംപ്രൂവ് ആയിട്ടുണ്ട്. അപ്പൊ അത് മാത്രമല്ല, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സിൽ ഈ രണ്ടാമത്തെ പ്ലേസിലാണ് കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിയാൽ FI ഹോൾഡിങ്സും നല്ല വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ്
നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്ക്. അപ്പോൾ ഇതല്ലാതെ വേറെ ഏതൊക്കെ സ്റ്റോക്കുകൾ ഫോക്കസ് ചെയ്യാം? അപ്പോൾ അതിൽ എൽ ജി ഇലക്ട്രോണിക്സ്. ഈ എൽ ജി ഇലക്ട്രോണിക്സ് തീർച്ചയായിട്ടും നമുക്ക് ഫോക്കസ് ചെയ്യാം. പക്ഷേ ഇത് ഡിവിഡൻഡ് ഈൽഡിംഗ് അല്ല. അപ്പോൾ ഡിവിഡൻഡ് ഈൽഡിംഗ് ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് അവോയ്ഡ് ചെയ്യുക. അതുപോലെ പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രോജക്ട്സ്, ഈ ഒരു സ്റ്റോക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാം. നല്ല ഒരു ഗ്രോത്ത് തരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. കാരണം ഇവർക്ക് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ബിസിനസ് മോഡലുണ്ട്. ഓഫീസ്, റീറ്റെയിൽ, ഹോസ്പിറ്റാലിറ്റി, പ്രോപ്പർട്ടി മാനേജ്മെന്റ്, അങ്ങനെ 12 മേജർ ലൊക്കേഷൻസ് ഇന്ത്യയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റിയാലിറ്റി സെക്ടറിൽ തന്നെ 4th പ്ലേസിൽ നല്ല ഒരു ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷൻസ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് 1 ഇയറിൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കിൽ ഏതൊക്കെ സ്റ്റോക്ക് വരുന്നു എന്നുള്ള രീതിയിൽ. നെക്സ്റ്റ് വരുന്നത് ഗ്രീൻഫ്ലൈ ഇൻഡസ്ട്രീസ്. ഈ സ്റ്റോക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാം. അതായത് 290 ബ്രേക്ക് ചെയ്താലേ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണ്. ലീഡിംഗ് ആയിട്ട് പ്ലൈവുഡ് മാനുഫാക്ചറിൽ വരുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. അപ്പോൾ ഇതും ചെറിയ രീതിയിൽ ഡിവിഡൻഡ് തരുന്നുണ്ട്. ബട്ട് ഇത് ഒരു നെഗറ്റീവ്സ് ഉണ്ട്, അതെല്ലാം ചെക്ക് ചെയ്തോളുക. ഓക്കെ, കൺസ്യൂമർ ഡ്യൂറബിൾസിലാണ് 4th പ്ലേസിൽ വരുന്നു. അപ്പോൾ അതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യുക. അവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഒക്കെ തന്നെ ചെക്ക് ചെയ്തിട്ട് മാത്രം. ഓക്കെ, അതുപോലെ അവന്യൂ സൂപ്പർ മാർക്കറ്റ്, അവന്യൂ സൂപ്പർ മാർട്ട്സ് അല്ലെങ്കിൽ ഡി മാർട്ട്സ്, ഇത് പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്കും നല്ല ഒരു FMCG അതുപോലെ അപ്പാരൽ പ്രോഡക്റ്റ് കാറ്റഗറീസിൽ എവറിഡേ ലോ കോസ്റ്റ് എവറിഡേ ലോ പ്രൈസ് എന്നുള്ള രീതിയിൽ ഇവർ നല്ല ഒരു സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത്. കൺസ്യൂമർ സർവീസിൽ തന്നെ ലീഡിംഗ് ആയിട്ട് വരുന്ന സ്റ്റോക്കാണ്. അപ്പോൾ ഇതൊക്കെ നല്ല ഒരു സ്റ്റോക്കാണ്. പക്ഷേ ഇതും ഡിവിഡൻഡ് ഈൽഡിംഗ് ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. അതുപോലെ ഇന്ത്യൻ ഹോട്ടൽസ് നല്ല ഒരു സ്റ്റോക്കാണ്. ഓക്കെ, 723 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഈ സ്റ്റോക്ക് 825 ടാർഗറ്റ്. ഈ സ്റ്റോക്കിൻ്റെയും ഇത് ഡിവിഡൻഡ് ഈൽഡിംഗ് സ്റ്റോക്കാണ്. ഇന്ത്യസ് ലീഡിംഗ് ആയിട്ടുള്ള ഹോസ്പിറ്റാലിറ്റി കമ്പനീസിൽ വരുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു കൺസ്യൂമർ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഫസ്റ്റ് ലീഡിങ്ങിൽ നല്ലൊരു ഗ്രോയിങ് സ്റ്റോക്കാണ്. സോ ഇവരുടെ DI ഹോൾഡിങ്സ് നല്ല വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സ്റ്റോക്കുകൾ. അതായത് ഈ ഒരു ഓണം മുതൽ നെക്സ്റ്റ് ഓണം വരെ ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ. അപ്പോൾ ഇതല്ലാതെ വേറെ ഏതൊക്കെ സ്റ്റോക്കുകൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻസിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഈ സ്റ്റോക്കുകൾ മാത്രമല്ല, ഒത്തിരി സ്റ്റോക്കുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഏതൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻസിൽ രേഖപ്പെടുത്തുക. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബേസിക് വീഡിയോ, പിന്നെ ക്രൂഡ് ഓയിൽ, പിന്നെ ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ഹൗ ടു ലേണിംഗ് വീഡിയോസ് കൊണ്ട് 50ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്യുന്ന കോൾസ് നിങ്ങൾക്ക് ലഭിക്കും. നെക്സ്റ്റ് വീഡിയോയിലൊക്കെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.